എവ്രിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഡാൻസ് പഠിക്കുന്ന മിക്കവാറും ആൾക്കാർ മ്യൂസിക്കിലും സ്റ്റെപ്സിലും മാത്രമായിരിക്കും അവരുടെ ഫുൾ ഫോക്കസ് കൊടുക്കണം. ബട്ട് ലെറ്റ് മീ ടെൽ യു, ഒരു പെർഫെക്റ്റ് ആയ ഡാൻസറും ഒരു സാധാരണ ഡാൻസറും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ എലമെന്റ് എന്താണെന്ന് അറിയാം, ഇറ്റ്സ് പോസ്ചർ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് പോസ്ചർ നിങ്ങളുടെ ഡാൻസിൽ ഇത്രയും വൈറ്റൽ ആണെന്നതിനെ കുറിച്ചാണ്. ഓക്കെ, ദെൻ അണ്ടർസ്റ്റാൻഡിങ് പോസ്ചർ. ചിലർക്ക് തോന്നും പോസ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കുന്നത് മാത്രമാണ്. ബട്ട് ട്രസ്റ്റ് മീ, ഇറ്റ്സ് മച്ച് മോർ ദാൻ ദാറ്റ്. ഡാൻസിൽ പോസ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി അലൈൻമെന്റ്, കോർ സ്ട്രെങ്ത് ആൻഡ് ബാലൻസ് എന്നിവയുടെ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ ആണ്. നിങ്ങൾ എത്ര മനോഹരമായിട്ട് മൂവ് ചെയ്താലും നിങ്ങളുടെ പോസ്ചർ നല്ല അല്ലെങ്കിൽ ആ പെർഫോമൻസ് അത്ര എഫക്റ്റീവ് ആകും. ഇറ്റ്സ് എ ഫൗണ്ടേഷൻ ഓഫ് എവറി ഗ്രേറ്റ് പെർഫോമൻസ്. ഓക്കെ, ശരിയായ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ്സ് എൻഹാൻസ് പെർഫോമൻസ്. ബോഡി അലൈൻമെന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് കോംപ്ലിക്കേറ്റഡ് സ്റ്റെപ്പും വളരെ ഈസിലും ഗ്രേസ്ഫുള്ളും ആയി ചെയ്യാൻ പറ്റും. ഓക്കെ, സെക്കൻഡ് വൺ, ഇഞ്ചുറി പ്രിവെൻഷൻ. ഡാൻസസിന് ഉണ്ടാവുന്ന നടുവേദനയും ബോഡി പെയിനും എല്ലാം തെറ്റായ പോസ്ചർ കൊണ്ടിട്ട് ഉണ്ടാവുന്നതാണ്. സോ നിങ്ങൾ കറക്റ്റായിട്ട് പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്താൽ ഈ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് അവോയ്ഡ് ചെയ്യാം. തേർഡ് വൺ ഈസ് പ്രൊഫഷണൽ അപ്പീൽ. സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ നിങ്ങളുടെ പെർഫോമൻസിന് ഒരു പ്രൊഫഷണൽ വൈബ് കൊണ്ടുവരുന്നത് നിങ്ങളുടെ ബോഡി പോസ്ചർ തന്നെയാണ്. അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ നിങ്ങളുടെ പെർഫോമൻസിന് ഒരു പ്രൊഫഷണൽ വൈബ് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇതൊന്ന് ഇംപ്രൂവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, ഫോക്കസ് ഓൺ ഷോൾഡേഴ്സ്. എപ്പോഴും നിങ്ങളുടെ ഷോൾഡർ റിലാക്സ് ചെയ്ത് താഴത്തോട്ട് വയ്ക്കുക. അത് നിങ്ങളുടെ നെക്സ്റ്റ് ലൈൻ നല്ല ഭംഗിയിൽ കാണിക്കും. ഓക്കെ, സെക്കൻഡ് ഈസ് എൻഗേജ് യുവർ കോർ. എപ്പോഴും നിങ്ങളുടെ കോർ മസിൽസ് അല്പം ടൈറ്റ് ആയിട്ട് വെക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ബാലൻസ് കൂട്ടും. ഓക്കെ, ദെൻ മിറർ പ്രാക്ടീസ്. എപ്പോഴും നിങ്ങളൊരു കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ തെറ്റുകൾ കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റും. സോ ഗൈസ്, അടുത്ത തവണ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉറപ്പായിട്ട് ശ്രദ്ധിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു ഞാൻ കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ ഡാൻസ് ടിപ്സിനായി പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ കമന്റ് ബിലോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് ഡാൻസിങ്. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.